ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു ഓംലെറ്റാണ്. പൊട്ടറ്റോയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഓംലെറ്റിനകത്ത് ചേർക്കാനായിട്ട് ഒരു ഫില്ലിംഗ് റെഡിയാക്കുന്നുണ്ട്. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. നമുക്കത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ചെറിയ പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടാം. കുറച്ച് ഉപ്പും കൂടി അതിനോട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓംലെറ്റിനകത്ത് ഉപ്പ് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കേണ്ടത്. വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് വെന്തെടുക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കാം. നല്ലതായിട്ടത് വഴന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബൗളിലേക്ക് മുട്ട 2 പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ വൈറ്റ് വേറെയും യോക്ക് വേറെയുമായിട്ട് എടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ വൈറ്റ് നല്ലപോലെ ഒരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് യോക്കും കൂടെ ഇട്ടൊന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പതപ്പിക്കേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോയ്ക്ക് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ചേ ഇടാവൂ. 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. നമ്മൾ വഴറ്റിയെടുത്തിരുന്ന പൊട്ടറ്റോയും ചേർക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചേർക്കുക. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഓംലെറ്റിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ ഈ സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഓംലെറ്റ് നമുക്കൊന്ന് വെന്തെടുക്കാം. ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.